മുരിങ്ങക്കായ കൊണ്ട് എങ്ങനെ നല്ലൊരു തോരൻ ഉണ്ടാക്കണമെന്ന് കണ്ടുനോക്കാം. അപ്പോൾ അതിനായിട്ട് 2 മുരിങ്ങക്കായ എടുത്തിട്ടുണ്ട്. അത് ഇതുപോലെ തോലെല്ലാം കളഞ്ഞ് നീളത്തിൽ മുറിച്ചെടുക്കാം. അതിനുശേഷം നമുക്ക് നന്നായിട്ട് കഴുകിയിട്ട് ഒരു പാനിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു ചെറിയൊരു സവാള കൂടെ ചേർത്തിട്ടുണ്ട്. കൂടെ തന്നെ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഇത് വേവാൻ ആവശ്യത്തിനുള്ള വെള്ളം കൂടെ ഒഴിച്ച് നമുക്ക് അടച്ച് വെച്ചതൊന്ന് വേവിച്ചെടുക്കാം. ഈ ഒരു സമയം കൊണ്ട് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഒരു 1/2 കപ്പ് അളവിൽ തേങ്ങയും ഒരു പച്ചമുളകും ഒരു 1/2 ടീസ്പൂൺ ജീരകം കൂടി ഇട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം. പേസ്റ്റ് പോലെ അരയ്ക്കേണ്ട, ഇതുപോലെ തരിതരിയായിട്ട് അരച്ചാൽ മതി. ഈ ഒരു സമയം കൊണ്ട് തന്നെ നമ്മുടെ മുരിങ്ങക്കായൊക്കെ നന്നായി വെന്തിട്ടുണ്ടാവും. ഇനി ഇതിലേക്ക് നമ്മൾ ഈ അരച്ച് വെച്ചിരിക്കുന്ന തേങ്ങയുടെ കൂട്ടും കൂടെ ചേർത്ത് ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഈ വെള്ളമൊക്കെ ഒന്ന് വറ്റുന്നത് വരെ ഒന്ന് അടച്ച് വെച്ച് കുക്ക് ചെയ്യാം. അപ്പോൾ ഇത് വെള്ളമൊക്കെ വറ്റി മുരിങ്ങക്കായ ഓൾമോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊരു ബൗളിലേക്ക് മാറ്റിയതിന് ശേഷം നമുക്കിതിലേക്കുള്ള താളിപ്പ് തയ്യാറാക്കാം. അതിനായിട്ട് ഒരു പാനിലേക്ക് എണ്ണ ഒഴിച്ച് കുറച്ച് കടുകും വറ്റൽമുളകും കറിവേപ്പിലയും കൂടിയിട്ട് നന്നായി ഒന്ന് വഴറ്റിയതിന് ശേഷം ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ള മുരിങ്ങക്കായ തോരൻ റെഡി. ട്രൈ ചെയ്യണേ.